ഹായ്, നന്ദാസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഡിഗോ പ്രിൻറ്റ്സ് നമുക്കൊക്കെ പ്രിയപ്പെട്ടതാണ്. അത് കുറേ മുന്നേ ആണ് നമ്മൾ ഇൻഡിഗോ കുറച്ച് വീഡിയോ കാണിച്ചിരുന്നത്. അതിനുശേഷം നമുക്ക് വീഡിയോ തീരെ ഇൻഡിഗോ പ്രിൻറ്റ്സ് കൊണ്ടുവന്നിരുന്നില്ല. ഇപ്പം നമുക്ക് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റുകൾ ഇൻഡിഗോയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. 44-46 ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. പ്യോർ കോട്ടൺ ആണ് വരുന്നത്. 220 ആണ് പ്രൈസ് വരുന്നത്. കാരണം അത്രയും പ്രൈസിൽ തന്നെയാണ് ഇത് പ്യോർ ആയിട്ടുള്ള കോട്ടണിൽ ഇൻഡിഗോ പ്രിൻറ്റ്സ് നമുക്ക് കിട്ടുന്നുള്ളൂ. അതല്ലാതെ എല്ലാം കുറഞ്ഞത് വരുമ്പോൾ നമുക്ക് എപ്പോഴും അതിൽ പോളിസ്റ്റർ മിക്സ് വരുന്നതാണ്. ഇത് പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ളതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത്. അത് ഈ പ്രിൻറ്റുകൾ, ഈ ഡിസൈനും ഈ മെറ്റീരിയൽ ഉപയോഗിക്കുന്നതൊക്കെ കൃത്യമായിട്ട് അറിയാം ആ ഒരു റേറ്റ്, അത്രയും റേറ്റ് വരുന്നുണ്ട് എന്നുള്ളത്. ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത്. ഈ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് സാരി ആയിട്ടും കൂടി യൂസ് ചെയ്യാം. ടോപ്പും ബോട്ടവും സെറ്റ് ചെയ്യാം. നമുക്ക് കോഡ് സെറ്റായിട്ട് യൂസ് ചെയ്യാം. ബ്ലൗസിന് എടുക്കാം. അതേപോലെ ഫസ്റ്റ് വാഷ് നമുക്കൊന്ന് ഉപ്പിട്ട് വെച്ചിട്ട് വാഷ് ചെയ്യണം. അതും ഈ ഇൻഡിഗോ പ്രിൻസിൻ്റെ ഉപയോഗിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത്. നമുക്ക് കുർത്തി സെറ്റ് ചെയ്യാം. നല്ലൊരു ഗ്രീനോ അല്ലെങ്കിൽ ഒരു പാരറ്റ് ഗ്രീൻ അല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ പിങ്ക് ഒക്കെ കോമ്പിനേഷനായിട്ട് ഇതിന് നെക്കിന് ഒരു പൈപ്പിങ്ങോ ചെറിയ മറ്റേ പോട്ട്ലി ബട്ടണൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അതുപോലെ എന്തെങ്കിലും കുഞ്ഞ് സ്ട്രൈപ്സ് ഡിസൈൻ, റെഡും ബ്ലാക്കും കൂടിയുള്ള സ്ട്രൈപ്സ് ഡിസൈനൊക്കെ സ്ലീവിനും നെക്കിനും കൊടുക്കുകയാണെങ്കിലും ഭയങ്കര രസമായിരിക്കും ഈ ഒരു മെറ്റീരിയലിൽ. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത്. 220 ആണ് പെർ മീറ്റർ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇൻഡിഗോയിലെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഒരു ലൈറ്റ് ബ്ലൂവും വൈറ്റും കുറച്ച് ഡാർക്കർ ഷെയ്ഡ് അങ്ങനത്തെ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. ഇതും നമുക്ക് സാരിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. സാരി ആയിട്ടും കൂടി നമുക്ക് യൂസ് ചെയ്യാം. റെഡ് കളർ ബ്ലൗസ് അല്ലെങ്കിൽ വൈറ്റ് ബ്ലൗസൊക്കെ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ സാരിക്കും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ്. അതുപോലെയാണ് സാരി ആയിട്ടാണ് നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ വരിക. 44-46 വിഡ്ത്ത് വരുന്നുണ്ട്. അത്യാവശ്യം കനമുള്ള മെറ്റീരിയലാണ്. ലൈനിങ് ഇല്ലാതെ നമുക്ക് ടോപ്പ് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ്. കുർത്തിയായിട്ടാണ് കൂടുതൽ നന്നാവുമെന്ന് തോന്നുന്നത്. ഈ ഒരു വെറൈറ്റി ഫുൾ സ്ലീവോ അല്ലെങ്കിൽ 3/4 സ്ലീവോ ഒക്കെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ട് ഫുൾ ഓപ്പൺ ചെയ്ത് ഷർട്ടിൻ്റെ കോളർ വെച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഭയങ്കര രസമായിട്ടുള്ള മെറ്റീരിയലാണ്. 220 ആണ് പ്രൈസ് വരുന്നത്. മൂന്നാമത്തെ ഡിസൈൻ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഒരു വി പ്രിൻ്റ് പോലെയാണ്, വി പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അതും നമുക്ക് ഒറ്റ ലെയറായിട്ടും കൂടിയും ഒന്ന് കാണാം. ഇത് സാരിക്കാണ് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുക തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്കായിരിക്കും സാരിക്കാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ. അത് നിങ്ങളൊരു റെഡ് കളറോ വൈറ്റൊക്കെ ബ്ലൗസിൻ്റെ കൂടെ ഒരു ഫങ്ഷനൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ സെറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്ക് സാരിയായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ കോഡ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം 5.5 മീറ്റേഴ്സേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ലോങ് ആയിട്ടുള്ള ടോപ്പും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ തന്നെ കഫ്താൻ അടിക്കാനും പറ്റും കേട്ടോ. കാരണം വിഡ്ത്ത് കൂടുതലുള്ളത് കൊണ്ട് തന്നെ കഫ്താൻ സെറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ചെറിയ ലേസൊക്കെ കൊടുത്ത് നെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഫ്താനായിട്ടും യൂസ് ചെയ്യാം. അത് ടോപ്പിനാണെങ്കിലും നമുക്ക് വി പോലത്തെ കോളർ കൊടുത്തിട്ട് അതിൽ ചെറിയ ലേസ് വർക്കൊക്കെ കൊടുത്താലും ഭംഗിയുണ്ടാവും. എങ്ങനെ കൊടുത്താലും ഭയങ്കര രസമായിട്ടുള്ള ക്ലാസ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് ഈ ഒരു ഇൻഡിഗോ പ്രിൻസിന് വരുന്നത്. 220 ആണ് പ്രൈസ് വരുന്നത്. പ്യോർ കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണിത്. അങ്ങനെ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളാണ് ഈ ഇൻഡിഗോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് വാഷിങ് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. കളർ ഗാർഡ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഉപ്പിട്ട് വെച്ച് വാഷ് ചെയ്യണം. കാരണം ഇൻഡിഗോന് ചെറുതായിട്ട് ബ്ലീഡ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്. പക്ഷെ ഇത് ഫെയ്ഡ് ആവില്ല. കളറ് ചെറുതായിട്ട് ബ്ലീഡ് ചെയ്യും. അത് ഓരോ പ്രാവശ്യവും നമുക്ക് ബ്ലീഡ് ചെയ്യും. അതിനെ നമുക്ക് മറികടക്കാൻ ഉപ്പിട്ട് വെച്ച് വാഷ് ചെയ്യുക തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ വാഷ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡ്രൈ വാഷ് ചെയ്യുക. അങ്ങനെ ചെയ്യാണ് ഈ മെറ്റീരിയലിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം. 220 പ്രൈസ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. വീഡിയോസ് കാണുന്നവർ ഷെയർ ചെയ്യണേ. നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.